Hello students, today we are going to discuss the fifth chapter from the first part of your social science textbook, that is titled as Culture and Nationalism. The chapter is titled as Culture and Nationalism. I think all of you familiar with the culture and the nationalism. In this chapter, we are going to discuss what is nationalism and what are the factors that reinforce the Indian nationalism that we are going to discuss in this chapter. So, the chapter is introduced in your textbook with a description of the work, The Discovery of India, that is a work of Jawaharlal Nehru that mainly highlight the observation of Jawaharlal Nehru that reflects the concept that is unity in diversity. I think all of you know what is diversity. What is unity in diversity? You know that students, there are lot of languages, lot of cultures, lot of religions that we follow in India. There is diversity is tremendous in India. So we follow different languages, cultures and the dressing style, food style that is vary from one another. There is variations in that. So even though there is a diversity, still the unity is exist. Unity is persist among the Indians because there is a feeling of oneness still persists among Indians. So in this chapter, we are going to discuss how this unity that is evolved in India, how this unity is emerged among the Indians and what are the factors that reinforce the unity among Indians. അതായത് മക്കളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് വെച്ചാല് സംസ്കാരവും ദേശീയതയും എന്ന ചാപ്റ്ററാണ്. അതായത് പാർട്ട് ഫസ്റ്റിലെ 5ാമത്തെ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കുന്നത് എന്താണ് ദേശീയത, അതേപോലെ ദേശീയത ഇന്ത്യയിൽ വളർന്നു വരാൻ ഉണ്ടായ സാഹചര്യങ്ങൾ, അതായത് കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ജവഹർലാൽ നെഹ്റുയുടെ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന വർക്കിലെ ഒരു ചെറിയ ഭാഗത്തിന്റെ ഡിസ്ക്രിപ്ഷനിലൂടെയാണ്. അതിൽ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന കോൺസെപ്റ്റ് ആണ്. ദാറ്റ് ഈസ് നാനാതരത്വത്തിൽ ഏകത്വം. ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ദാറ്റ് ഈസ് മെയിൻലി ഹൈലൈറ്റ് ഇൻ ദാറ്റ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളെ ഇന്ത്യ എന്ന് പറയുന്നത് മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അതായത് യൂറോപ്യൻ നാഷൻസ്, അതായത് അവരുടെ ഒരു കൾച്ചർ, ഒരു റിലീജൻ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇംഗ്ലണ്ട് ക്രിസ്ത്യാനിറ്റി ആണ്, അവർ സംസാരിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇംഗ്ലീഷാണ്. പക്ഷെ നമ്മൾ ഇവിടെയോ ഇന്ത്യയിൽ അങ്ങനെയല്ല, നമ്മൾ പലതരത്തിലുള്ള ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ പലതരത്തിലുള്ള ഫുഡ് സ്റ്റൈൽ, ഡ്രസ്സിംഗ് സ്റ്റൈൽ ആയാലും നമ്മളിത് വ്യത്യസ്ത തരത്തിലാണ്. എന്നാൽ പോലും നമ്മളെല്ലാവരും ഇന്ത്യൻസ് ആണ്, നമ്മളെല്ലാവരും ഒന്നാണെന്ന ഒരു ഒറ്റക്കെട്ടായ ഒരു ബോധം എല്ലാവരും മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു നമ്മളെല്ലാവരും ഒന്നാണെന്ന ഈ ഒരു ബോധം ഈ ഇന്ത്യൻ ജനതയിൽ എപ്പോഴാണ് തുടങ്ങിയത്, അതായത് എന്തൊക്കെ കാരണങ്ങളാണ് ഈ ഒരു നമ്മളെല്ലാവരും ഒന്നാണെന്ന കോൺസെപ്റ്റ് വളർത്തിയെടുത്തത്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, you know that students, all of you know what is nationalism. Nationalism, there is no doubt students, nationalism is a feeling of oneness that exists among the people of a nation. അതായത് മക്കളെ, ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനതയുടെ മാനസിക ഏകത്വമാണ്. അതായത് യാതൊരു ജാതി, മതം, അതേപോലെ പ്രാദേശിക വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനതയുടെ മാനസിക ഏകത്വം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദേശീയത അല്ലെങ്കിൽ നാഷണാലിസം. ദാറ്റ് ഈസ് ദ ഫീലിംഗ് ഓഫ് വൺനെസ് ദാറ്റ് ഈസ് എക്സിസ്റ്റ് among the people of a one nation, or the otherwise we call it as a sense of unity that exists among the people of a nation irrespective of their caste, religion, creed, region. That is called nationalism. So next we are going to discuss what are the factors that influence the growth of nationalism in India. അതായത് ഇനി നമ്മൾ എന്തൊക്കെ കാരണങ്ങൾ, അതായത് എങ്ങനെയാണ് ഈ നാഷണാലിസം ഇന്ത്യയിൽ വളർന്നു വന്നത്, ഏതൊക്കെ കാരണങ്ങളാണ് ഇതിനെ കാരണമായതെന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് ഫാക്ടർ ദാറ്റ് ഈസ് ദ റിയലൈസേഷൻ ഓഫ് ദ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ കൊളോണിയൽ റൂളേഴ്സ് ഇൻ ഇന്ത്യ. You know that students,
British, they came to India. They cruelly exploited the Indians. That is why that time the Indians realized that later they were exploiting them. So Indians unite together to fight against their rule. So that the realization of the economic exploitation of the British in India is one of the factors that influence the growth of nationalism in India. Okay. Next one is radical changes in the social cultural spheres. That is, these radical changes that brought by several forces, that is social reform movements, press or newspapers, literature, art, education. These are influence the radical changes in the socio-cultural life of the Indian people. That is the radical changes in the socio-cultural spheres. That is the second factor that influence the growth of nationalism in India. Okay. The third factor is various levels of social activities and agitations. That is, various levels of social activities and agitations that arose in India after the coming of British to India. So that is the third factor that influenced the growth of nationalism in India. Fourth factor, that is radical changes in the social life. That is, mainly the social life is changes due to the several forces that I already mentioned. There is social reform movement, the press or the newspapers, education, art and literature. Okay, so let's discuss each these factors in detail. Okay students, first one is how the colonial exploitation, economic exploitation or the colonial rule that influenced the growth of nationalism in India. There is no doubt students, colonialism is a contradiction. Nationalism is a contradiction of colonialism, British colonialism. So colonial rule that favored the growth of nationalism in India. So how it influenced? We know that there are many Europeans. They came to India at the end of the 18th century. There is Dutch, Portuguese and the British and the French. They came to India, but the Dutch and the Portuguese, they came to India as a traders. They returned to their homeland as traders. But here the British and the French people, they came to India as a traders but never remained as a traders. They want to politically and economically dominate India. They aimed to rule India. So their invasions to India is different from other invaders. Okay students. So after that we already mentioned that there is a war that is broke out between British and the French. That is Carnatic War. Mainly for the economic and political domination in India. So in that war, British were defeated the French. So by the Carnatic War, French lost their power in India. Last, the British only remain as a absolute power, European power in India. They tried to control India. That I already mentioned in the earlier classes. You also studied that in the earlier classes. Okay, when they came to power after the Battle of Carnatic War, they began to rule in India. They began to expand. So, through the Carnatic War, they occupied Indian position. But after that, they concentrate on Bengal through the Battle of Plassey, that is in 1757, and Battle of Buxar, that is in 1764. In that war, they finally defeated the Mughal rule in India. They defeated the Mughals and occupied the Bengal as a center of their rule. So, after that, they wanted to expand their power in India. അതായത് മക്കളെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, പല യൂറോപ്യൻസ് ആണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. അതായത് ഫ്രഞ്ചുകാർ വന്നിട്ടുണ്ട്, ഡച്ചുകാർ വന്നിട്ടുണ്ട്, പോർച്ചുഗീസ്. അത് ഇവരെല്ലാം വന്നത് ട്രേഡേഴ്സ് ആയിട്ടാണ്. അതേപോലെ ഫ്രഞ്ചുകാരായാലും അതായത് ഡച്ചുകാരായാലും പോർച്ചുഗീസ് ആയാലും അവർ റിട്ടേൺ ആയിട്ട് അവരുടെ ഹോംലാൻഡിലേക്ക് പോയത് ട്രേഡേഴ്സ് ആയി തന്നെയാണ്. പക്ഷേ ഫ്രഞ്ചുകാരും
ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ പിന്നീട് ശ്രമിച്ചത്. അതില് കർണാടക യുദ്ധത്തിലൂടെ ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലുള്ള ആധിപത്യം നഷ്ടമാവുന്നു. പിന്നീട് ആരാണ് ഭരണത്തിൽ വരുന്നത്? പിന്നീട് അവിടെ ബാക്കിയാവുന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ് ഫ്രഞ്ചുകാരെ ഏതില് തോൽപ്പിക്കുന്നത്? കർണാടക യുദ്ധത്തില് തോൽപ്പിക്കുന്നത്. പിന്നീട് അവര് മുഗൾ രാജാക്കന്മാർ ഒന്നിച്ച് ബാറ്റിൽ ഓഫ് പ്ലാസി, അതായത് പ്ലാസി യുദ്ധത്തിലൂടെയോ അതേപോലെ ബക്സാർ യുദ്ധത്തിലൂടെയോ ബംഗാൾ കീഴടക്കി. അങ്ങനെ ബംഗാൾ അവരുടെ സെന്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആയി, അതായത് ഭരണത്തിന്റെ ഒരു സെന്ററായി കേന്ദ്രമാക്കി മാറ്റിയതിനെ ബംഗാളിനെ. പിന്നീട് അവർ പല ഏരിയസിനാണ് എക്സ്പാൻഡ് ചെയ്യാനേ തീരുമാനിച്ചത്. That is territorial expansion of the British that witnessed in the later period after the Battle of Buxar. So that is they through several strategies, several methods, that is doctrine of lapse, subsidiary alliance, that is the several strategies, and also through several wars with the native rulers like Mysore war, Maratha war, that is the best example of that war. So through several strategies and several wars through several native rulers, they conquered the native provinces. So finally, after the first war of independence that is studied in the 4th chapter while describing the British exploitation and resistance, there I mentioned the first war of independence. After the first war of independence, India's control was completely comes under the control of British. Okay students, so that when they came to power, they realized that how to rule in India. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മക്കളെ, മൈസൂർ യുദ്ധത്തിലൂടെ അതേപോലെ സബ്സിഡിയറി അലയൻസ്, അതേപോലെ ഡോക്ടർ ഓഫ് ലാബ്സ്, മറാത്ത യുദ്ധത്തിലൂടെ മറ്റ് പല രാജ്യങ്ങളെയും മറ്റ് പല പ്രദേശങ്ങളെയും ബ്രിട്ടീഷുകാർ പിന്നീട് എക്സ്പാൻഡ് ചെയ്യുന്നു. അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം, അതായത് 1857 റിവോൾട്ടിന് ശേഷം ഇന്ത്യയിലെ മൊത്തം കൺട്രോൾ ബ്രിട്ടീഷുകാരുടെ അധീനത്തിലാണ് വരുന്നത്. അപ്പൊ അവർക്ക് പിന്നീട് ഇവിടെ ഭരിക്കണമെങ്കിൽ അവർക്ക് അറിയാവുന്ന ലാംഗ്വേജ് എന്താണ് മക്കളെ? ഇംഗ്ലീഷ് ആണ്. വേറെ മറ്റ് പല ലാംഗ്വേജ് അറിയില്ല. പക്ഷെ ഇന്ത്യൻസ് പലതരത്തിലുള്ള ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത്, അതായത് പലതരത്തിലുള്ള കൾച്ചറാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇവർ തീരുമാനിച്ചു എന്തായാലും ഇന്ത്യയെ കുറിച്ച് പഠിക്കണമെങ്കിൽ, ഇന്ത്യയിൽ ഭരിക്കണമെങ്കിൽ ഇന്ത്യക്കാരുടെ കുറിച്ചിട്ട് പഠിക്കണം അല്ലേ? വിത്തൗട്ട് നോയിങ് ദ പീപ്പിൾ വി ആർ നോട്ട് ഏബിൾ ടു rule. So they realized that when they came to power, they realized that without understanding the socio-cultural life of the people of India, it is difficult to rule. So they tried to study about India. അങ്ങനെയാണ് അവർ പിന്നീട് ഇന്ത്യ സോഷ്യൽ കൾച്ചറൽ ലൈഫ് പഠിക്കാൻ തീരുമാനിക്കുന്നത്. ഓക്കെ, സോ ഫോർ ദാറ്റ് പേർപ്പസ് first of all they established several institutions, that is Asiatic Society of Bengal, that is under the leadership of William Jones. Then Calcutta Madrasa under the leadership of Warren Hastings, and Banaras Sanskrit College under the leadership of Jonathan Duncan. These are the three main institutions that is established in India mainly to translate the works ഓഫ് ഇന്ത്യ ഇൻ ടു ഇംഗ്ലീഷ്. അതായത് മക്കളെ, ഇന്ത്യയിൽ പേർഷ്യൻ ലാംഗ്വേജിലോ അതേപോലെ സാൻസ്ക്രിറ്റ് ലാംഗ്വേജിലാണ് കൂടുതലായിട്ട് വർക്ക് ഉണ്ടായത്. അതായത് മുമ്പ് നമുക്കറിയാവുന്നതാണ്, ഗുരുകുല സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഉണ്ടായത്. അതേപോലെ മക്തബ്സ്, മദ്രസ എന്ന ആ ഒരു ഇന്ത്യൻ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടായത്. ആ സമയത്ത് സാൻസ്ക്രിറ്റ്, പേർഷ്യൻ ലാംഗ്വേജിൽ അതേപോലെ പല ലാംഗ്വേജിലും ഉണ്ടാക്കിയ വർക്ക് ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ട് ഫസ്റ്റ് പഠിക്കാൻ ഇവർ തീരുമാനിച്ചു. അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിലൂടെ ഇന്ത്യൻ കൾച്ചറിനെ പഠിക്കാൻ ആര് തീരുമാനിച്ചു മക്കളെ? ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. ഓക്കെ, സോ ഫ്രം ദാറ്റ് ദി റിയലൈസ്ഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു നോ വെൽ അബൌട്ട് ദ പീപ്പിൾ only through translating work. So they decided to implement another technique, that is introduce free trade policy in India. But that is also failed because of without popular support. So that is final effort of British to study about India, that is introduction of Western education in India. You know that English education that is introduced by the British. All of you know that that is the truth.
There is a English education that is introduced by the British, mainly for the colonial domination in India. That is the control of the colonial country, not to its development. They introduced it with the aim of controlling India, not with the aim of its development. They introduced it for the development of their own country, not to the development of India. So with that purpose, they introduced the English education or the Western education in India. So as a part of this, Lord Macaulay, there are several governor generals, they took the efforts to introduce the English education in India. Lord Macaulay, there is a governor general who introduced the English education system in the year 1835. That education system is known as Minutes of Macaulay. That was in 1835. Its main intention is to prepare the generation of India that favors the English lifestyle and also to spread the Christianity among Indians. That is the second main objective of Minutes of Macaulay, and also to spread Western ideas, knowledge and learning in India. These are the three main objective of Minutes of Macaulay. അതായത് മക്കളെ മെക്കാലെ മിനിറ്റ്സിലൂടെ ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിലൂടെ ഇന്ത്യക്കാരിൽ ഏത് വെസ്റ്റേൺ ഐഡിയാസ്, വെസ്റ്റേൺ നോളജ്, അതേപോലെ ലേണിംഗ് ഇവിടെ സ്പ്രെഡ് ചെയ്യുക, അതേപോലെ ഇന്ത്യക്കാരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർഷൻ ചെയ്യുക, അതേപോലെ ഇന്ത്യൻസ് അവർക്ക് ഫേവർ ആവുന്ന പോലെ ഒരു ജനറേഷൻ സൃഷ്ടിക്കുക. അതായിരുന്നു ഈ മെക്കാലെ മിനിറ്റ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. So in the 19th century, India witnessed two types of protest, that is mainly against, first one is protest against the violation of rights, inequality and social evils that existed in India. That is the one protest. Second protest against the economic exploitation of the British. So because of when the Western education is introduced in India, so the Western educated Indians, they realized the Western culture is spread in India that destroy our culture. അതായത് മക്കളെ 19th century ആകുമ്പോഴേക്ക് ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെയോ പല ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലൂടെയോ അവരുടെ ഒരു കൾച്ചർ ഇന്ത്യയിൽ സ്പ്രെഡ് ആവാൻ തുടങ്ങി. അതായത് അപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിനെ ഡിമാൻഡ് എന്തായി മക്കളെ കുറഞ്ഞു. അതായത് വെസ്റ്റേൺ കൾച്ചർ വൈഡ് സ്പ്രെഡ് ആവാൻ എവിടെ തുടങ്ങി? ദാറ്റ് ഈസ് ഇൻ ഇന്ത്യ. സോ ദാറ്റ് ഈസ് വൈ ദ വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ്, അതായത് എഡ്യൂക്കേഷൻ കൊടുത്തത് മെയിനായിട്ട് മക്കളെ ആ കാലത്ത് ഗുരുകുല സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിൽ എലൈറ്റ് ക്ലാസ്സിനാണ് എഡ്യൂക്കേഷൻ ഉണ്ടായത്. എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ സമയത്ത് ഒരു കാസ്റ്റ് സിസ്റ്റം നിലവിലുണ്ടായിരുന്നു. സോ ദേ ഗേവ് എഡ്യൂക്കേഷൻസ് ടു ദ എലൈറ്റ് ക്ലാസ് പീപ്പിൾ. ഓൺലി ദ എലൈറ്റ് ക്ലാസ് പീപ്പിൾ ദേ റിസീവ് ദ എഡ്യൂക്കേഷൻ. സോ ത്രൂ ദം ദേ educate the other people. So its main objective is to understand the life of the Indian people. So they first provide the education to the elite class in India. Thereafter they introduce that education system to the other sections of the society. So that is known as downward filtration theory. That was, education is available to all. First is education provided to the elite class people. So according to this, that is, Western culture is introduced in India. The British educated Indians, they tried to introduce a new type of changes in India. So the Western educated Indians, they internalized several concepts, that is democracy, civil rights, rationalism, socialism, nationalism. These are the concepts that is internalized through the Western education. അതായത് മക്കളെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നേടിയതോടെ പല കോൺസെപ്റ്റുകൾ, അതായത് ഡെമോക്രസി ആയാലും നാഷണാലിസം ആയാലും സിവിൽ റൈറ്റ്സ്, അതിനെല്ലാം ബോധം ആർക്കുണ്ടായി മക്കളെ? ഈ വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസിനെ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം ഉണ്ടായി. അങ്ങനെ അവർ മൊത്തത്തിൽ നമ്മുടെ സൊസൈറ്റി തന്നെ ഒരു കോൺസ്റ്റന്റ് സൊസൈറ്റിയാണ്. കാസ്റ്റ് സിസ്റ്റം ഉണ്ട് നിലവിൽ, അതേപോലെ പല സോഷ്യൽ ഈവിൽസ് ആണ് നിലവിലുള്ളത്. അതെല്ലാം മാറ്റാൻ ആര് ശ്രമിച്ചു? ദാറ്റ് ഈസ് these Western educated Indians. So that is why later, that is protest against violation of rights and
protest against social evils. They try to reform Indian society and also to defend the colonial rule in India. So protest against colonial rule in India and also protest against the social evils that existed in India, that created a feeling of oneness among the Indians. That is why that promote the growth of nationalism in India. Okay, the next factor is social reform movement. I think all of you know about the person, that is Sri Narayana Guru. He was one of the social reformer. So social reform movement that took a major role in changing Western or Indian society that existed, that's the social evils that existed in the Indian society, that is removed through the social reform movements that I already mentioned. Western educated Indians, that is social life that is changed through the social reform movements and the influence of several other forces, press, education, literature and art. Social reform movement, that is an intellectual movement that is started by the Western educated Indians in India with the aim of eradicating the social evils that is existed in the society. So its main objective is to eradicate the social customs and evils that existed in society and to ensure the civil rights to all. That is the main objective of this social reform movement. There are several persons who took the efforts to reform the society. So they not only objective is possible, only they put the demand, that is they prohibited child marriage. They aimed to prohibit child marriage and also to prevent and also child marriage and also prevent the elites, that is the legacy of supremacy of the allied class people in the society and the prohibition of other social evils, sati system that is prevailed in the India. Then also promote widow remarriage. These are the proposals of social reform movement in India. So Sri Narayana Guru, he was one of the social reform from Kerala. So one of the person among the Indian says that is Raja Ram Mohan Roy. He was considered as a father of Indian Renaissance. The modern period in India is began with the social reform movement. അതായത് മക്കളെ സോഷ്യൽ റിഫോം മൂവ്മെന്റിലൂടെയാണ് ഇന്ത്യയിൽ ഒരു പല മാറ്റങ്ങൾ വന്നത്. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്ന സൊസൈറ്റിന്റെ മൊത്തത്തിലൊരു മാറ്റം വന്നത് ഈ സോഷ്യൽ റിഫോം മൂവ്മെന്റിലൂടെയാണ്. അതായത് മോഡേൺ ഇന്ത്യ ഉണ്ടായത് സോഷ്യൽ റിഫോം മൂവ്മെന്റ് കാരണമാണ്. അതായത് മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ്, അതായത് പഴയ രീതിയിലുള്ള എല്ലാ സിസ്റ്റമും അവിടെ അവസാനിച്ചത്. അതായത് ജാതി ഭേദം അതേപോലെ പലതരത്തിലുള്ള ഇനീക്വാളിറ്റി അതെല്ലാം അവസാനിക്കപ്പെട്ടു ഈ സോഷ്യൽ റിഫോം മൂവ്മെന്റിലൂടെ. സോ ദാറ്റ് ഈസ് വൈ വി കോൾ Raja Ram Mohan Roy. He was called as the father of Indian Renaissance. So he took the efforts to prohibition of the social evils that existed in India, that is mainly prohibition of sati system. So the efforts of Raja Ram Mohan Roy took the abolition of sati by William Bentinck. William Bentinck abolished the sati as a result of the social reform movement that was conducted by the Raja Ram Mohan Roy. Then the Ishwar Chandra Vidyasagar, he from Bengal, he also took the efforts to widow remarriage. As a part of this Widow Remarriage Act that was passed in the year 1856 in India. So look at here. So there are many social reformers. They took their own efforts to end the social reform, to reform the Indian society, that is Arya Samaj, that is Swami Dayananda Saraswati. His main intention was campaign against the idol worship and also child marriage. He opposed the caste system and the other social evils that existed in the society. Then Ramakrishna Mission, that is Ramakrishna Paramahamsa. He was the guru or the teacher of Swami Vivekananda. So he formed a Ramakrishna Mission as a disciple of Ramakrishna Paramahamsa. So he opposed the caste system and the social evils and also propagated the concept of liberty, equality, freedom of thought. Freedom of thought, liberty and equality. Then Algarh movement by Sir Syed Ahmad Khan advocated social upliftment among the Muslims in India. He advocated the education for women among the Muslims.
Sir Syed Ahmad Khan, he was one of the social reformer from Muslim community in India. Then the Prarthana Samaj, that is Atmaram Panduranga, campaign for interdining, that is intercaste marriage and also widow remarriage, he promoted that. Then the Theosophical Society, Annie Besant, that is the Irish lady. She also took the efforts to reform the Indian society. Theosophical Society, an organization under this, she led the social reform movement. She also improved the already existed social evils is removed by her efforts, and also she reformed the Hindu religion. Then the Hitakarini Samaj, that is Veerasalinga, that is campaigns for the widow remarriage and the women's education. Satyasodak Samaj, Jyotiba Phule, that is mainly opposed the social evils and the domination of the priestly class in the society. You know that, students, earlier period there is priestly class domination is existed. So she fought against the priestly class domination in the Indian society. Started educational institutions for the backward classes, that is marginalized class, backward class, SC, ST, or the many women, they also belongs to the marginalized community. So she took the efforts to education of that backward class. Then the self-respect movement, E.V. Ramaswamy Naikar. So he also opposed the Brahmanical supremacy. We know that Brahmanas, Kshatriyas, Sudras and Vaishyas. So there is mainly highlight to the Brahmana community in the earlier classes, so earlier periods. So E.V. Ramaswamy Naikar opposed the Brahmanical domination in the society. Last one is Sri Narayana Dharma Paripalana Yogam. Sri Narayana Guru, he was one of the social reformer from Kerala. So opposed the caste system, social evils, especially from Tiya community. So he wanted to uplift the backward community in Kerala. So these are the work and the organization under the leadership of several social reformers who took the efforts to reform the Indian society. Finally, there are so many social evils that existed in society was removed by these social reforms. So legally, several social evils is abolished in the later period. So there is a legalization of several social evils. That is, social evils is abolished legally through the social reform movement. That is, they banned the female infanticide and also abolished the sati system, promoted widow remarriage, then they abolished the slavery also. Slavery system that still prevailed in India based on the caste system, that is abolished legally, and permitted widow remarriage, abolished the sati and permitted widow remarriage, and also prevented the child marriage and polygamy, and also the prevent the marriage of girls below 12 age. 12 years വെച്ച്, അതായത് 12 വയസ്സിന് താഴെ മാരേജ് ഉണ്ടെങ്കിൽ അതിനെ ലീഗലായിട്ട് പ്രിവെന്റ് ചെയ്തു. ഇതാണ് ഈ സോഷ്യൽ റിഫോമിന്റെ കോൺട്രിബ്യൂഷൻ. സോ ദിസ് ഓൾസോ ഫൈനലി ബ്രിങ് ദ യൂണിറ്റി എമംഗ് ദ ഇന്ത്യൻസ്. സോ ദ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ആൻഡ് കൊളോണിയൽ rule, that is the socio-cultural factors and colonial rule that promote the growth of national movement, nationalism in India, and also growth of national movement in India. So the remaining forces, press, literature, art and education, that we discuss in the remaining next classes. So this is about today's